ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അറേസ്. Arrays. An array is a collection of data that holds fixed number of values of same type. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് അറേസ്. ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമുക്കുണ്ടെങ്കിൽ അതും ആ ഡേറ്റ എല്ലാം സെയിം ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഒന്നുകിൽ എല്ലാം ഇൻറ്റിജർ ഡേറ്റ, അല്ലെങ്കിൽ എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ, അല്ലെങ്കിൽ എല്ലാം ക്യാരക്ടർ ഡേറ്റ. അതായത് നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്, അതെല്ലാം ഒരേ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനമാണ് അറേ. അപ്പോൾ an array is a collection of data that holds fixed number of values of same type. In programming, one of the frequently arising problem is to handle numerous data of same type. പലപ്പോഴും പ്രോഗ്രാമിംഗില് ഒരേ ടൈപ്പിൽ പെട്ട ഒരുപാട് ഡേറ്റ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അത് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ അറേ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. Consider this situation. You have to store the marks of 100 candidates. To solve this problem in C++, you can create an integer array having 100 elements. Arrays are used in these situations. ഇപ്പോൾ നിങ്ങൾക്ക് 100 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ 100 കുട്ടികളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്ക് ഓരോ മാർക്ക് എന്നുള്ള രീതി എടുക്കുകയാണെങ്കിൽ ഇവിടെ 100 കുട്ടികൾക്ക് 100 മാർക്കുണ്ട്. ആ 100 മാർക്കും ഇൻറ്റിജർ നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ C++ൽ നിങ്ങൾക്ക് 100 മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ഒരേ ഡേറ്റ ടൈപ്പിൽ പെട്ട ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് അറേ യൂസ് ചെയ്യാം. Types of arrays. Single dimensional or one dimensional array, multi dimensional array. രണ്ട് ടൈപ്പ് അറേ ഉണ്ട്. ആദ്യത്തേത് സിംഗിൾ ഡയമെൻഷണൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറൊരു പേര് പറയും വൺ ഡയമെൻഷണൽ അറേ. രണ്ടാമത്തേത് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ 2 dimension ആണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. സിംഗിൾ ഡയമെൻഷൻ ഓർ വൺ ഡയമെൻഷണൽ അറേ, സെക്കൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ഡയമെൻഷണൽ അറേ. സിംഗിൾ ഡയമെൻഷണൽ അറേ. A single dimensional array or one dimensional array is a type of linear array. ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്ന ഒരു ലീനിയർ അറേ ആണ്. ലീനിയർ ആയിട്ടിരിക്കും, ഒന്നുകിൽ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം. സാധാരണ നമ്മൾ റോ വൈസ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. Accessing its elements involves a single subscript which can either represent a row or column index. അപ്പോൾ ഒരു അറേയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറേയിൽ ഒരുപാട് എലിമെന്റ്സ് കാണും. അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ ഡേറ്റയാണ് നമ്മൾ ഓരോ എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പം സെയിം ഡേറ്റ ടൈപ്പിൽ പെട്ട ഒരുപാട് എലിമെന്റ്സ് ഒരു അറേയിൽ കാണും. അപ്പൊ അത് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അപ്പൊ അതിൽ ഏത് ഡേറ്റയാണ് വേണ്ട, ആദ്യത്തെ ഡേറ്റയാണോ രണ്ടാമത്തെ ഡേറ്റയാണോ മൂന്നാമത്തെ ഡേറ്റയാണോ വേണ്ടത് എന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് യൂസ് ചെയ്താണ്. അപ്പോൾ accessing its elements involves a single subscript which can either represent a row or column index. ഈ ഒരു പടത്തിൽ നിന്ന് എല്ലാം ക്ലിയർ ആവും. ഈ ഒരു പടത്തില് നമ്മൾ 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള അറേയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ സ്റ്റോർ ചെയ്യുന്ന ആദ്യത്തെ വാല്യൂ 126, രണ്ടാമത്തെ വാല്യൂ 32, മൂന്നാമത്തത് 230, നാലാമത്തത് 21, അഞ്ചാമത്തത് 200. ഇതെല്ലാം ഇൻറ്റിജർ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതില് ആ ബോക്സിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതാണ് ഡേറ്റ, ആണ് ഇൻറ്റിജേഴ്സ്. അതേസമയം ബോക്സിന് മുകളിലായിട്ട് നമ്മൾ 0, 1, 2, 3, 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, പൊസിഷൻ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത
ഒരു അറയില് ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അറയില് 0th പൊസിഷനിലുള്ള നമ്പറാണ് 126, 1 പൊസിഷനിലുള്ളതാണ് 32, 2 പൊസിഷനിലുള്ളതാണ് 230, 3 പൊസിഷനിലുള്ളതാണ് 21, 4 പൊസിഷനിലുള്ളതാണ് 200. അപ്പോൾ ഒരു അറയില് പൊസിഷൻ കാണിക്കാനാണ് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഒരു അറയില് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പൊസിഷൻ വെച്ചാണ്. 0 പൊസിഷനിലുള്ളത് 126, 4 എന്നുള്ള ഇൻഡെക്സ് പൊസിഷനിലുള്ളത് 200. array always starts with the index 0. ഈ ഓരോ ഇൻഡെക്സും ഓരോ പൊസിഷനാണ്. ആ പൊസിഷനിൽ നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഇതാണ് സിംഗിൾ ഡയമെൻഷൻ അറേയുടെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇനി ഇത് കോൺസെപ്റ്റ് നമുക്ക് വേറെ ഡയഗ്രാം വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഇവിടെയും വീണ്ടും 5 എലിമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അറേയാണ്. അതിൽ അകത്ത് ആ ബ്ലൂ ഷെയ്ഡിനകത്ത് ആണ് നമ്മൾ എലിമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ആ അറേയുടെ മുകളിലായിട്ട് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഇൻഡെക്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറേയിൽ എപ്പോഴും ഇൻഡെക്സ് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ 0, 1, 2, 3, 4. ഇതില് നമ്മൾ ആ റെഡ് സ്ക്വയർ കാണിച്ചിരിക്കുന്ന 3 ആണ്. എന്നുവെച്ചാൽ ഇൻഡെക്സ് എലിമെന്റ് 3. അറേയുടെ ലെങ്ത് 5 എന്ന് പറയും. കാരണം ഇവിടെ 0 മുതൽ 4 വരെ, 0 മുതൽ 4 വരെയുള്ള പൊസിഷനിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാം. അപ്പൊ 0 മുതൽ 4 എന്ന് പറയുമ്പോൾ ടോട്ടലി 5 പൊസിഷനാണ്. അപ്പൊ പൊസിഷൻ നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ട് പറഞ്ഞാൽ ഇൻഡിസസ് എന്ന് പറയാം. ഇത് കോൺസെപ്റ്റിന്റെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഡയഗ്രാം. ഇവിടെ 10 എലിമെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേ. അതുകൊണ്ട് ഇൻഡെക്സ് 0 മുതൽ 9 വരെ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതില് ആ 4th ഇൻഡെക്സ് ആണ് നമ്മൾ ചോമ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ നമ്പർ 0 പൊസിഷൻ, രണ്ടാമത്തെ നമ്പർ 1ാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ നമ്പർ ഇൻഡെക്സ് 2-ല്, 4ാമത്തെ നമ്പർ ഇൻഡെക്സ് 3-ല്, 5ാമത്തെ നമ്പർ ഇൻഡെക്സ് 4-ല്, 6ാമത്തത് ഇൻഡെക്സ് 5-ല്, 7ാമത്തത് ഇൻഡെക്സ് 6-ല്, 8ാമത്തത് ഇൻഡെക്സ് 7-ല്, 9ാമത്തത് ഇൻഡെക്സ് 8-ല്, 10ാമത്തത് ഇൻഡെക്സ് 9-ല്. അപ്പോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷനാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് വെച്ചാണ് അറേ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമ്മളിനി C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആ ഇൻഡെക്സ് ഫോർ ലൂപ്പിലിട്ട് ഇൻഡെക്സ് ഇൻക്രിമെന്റ് ഒക്കെ ചെയ്താണ് നമ്മൾ അറേ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അറേയിൽ ഏറ്റവും ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. Syntax of declaring a single dimension array in C++. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സിന്റാക്സ്. ഡാറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ, സ്ക്വയർ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ്, പിന്നെ സെമിക്കോളൻ. ഡാറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ, സ്ക്വയർ ബ്രാക്കറ്റ്, ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൈസ്, സെമിക്കോളൻ. എക്സാമ്പിൾ INT മാർക്ക്, സ്ക്വയർ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 5 സെമിക്കോളൻ. ഇവിടെ നമ്മളൊരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യാം. ആദ്യം ഡാറ്റ ടൈപ്പ് INT എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ അറേ ഒരു ഇന്റിജർ അറേയാണ്. അപ്പൊ INT സ്പേസ്, പിന്നെ നെയിം ഓഫ് ദി അറേ, ഇവിടെ അറേയുടെ പേരാണ് മാർക്ക്. അത് കഴിഞ്ഞ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇരിക്കുന്നു 5 എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ സൈസ് 5. അത് കഴിഞ്ഞ് എല്ലാ C++ എല്ലാ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും സെമിക്കോളൻ വെച്ച് എൻഡ് ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെയാണ്, അറേ ഡിക്ലറേഷന് ശേഷവും സെമിക്കോളൻ വെച്ച് എൻഡ് ചെയ്യണം. Here array mark is of integer type and size 5, meaning it can hold 5 integer values. ഇവിടെ ഇന്റിജർ അറേ ആണ്, കാരണം ഡാറ്റ ടൈപ്പ് INT ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അറേയുടെ പേര് മാർക്ക് ആണ്. അറേയുടെ സൈസ് 5 ആണ്. അറേയുടെ സൈസ് 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അറേക്ക് 5 ഇന്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡെക്സ് വാല്യൂ എപ്പോഴും 0-ൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 0, 1, 2, 3, 4.
അറേയുടെ സൈസ് 5 ആണ്. കാരണം 5 വാല്യൂസ് ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അവിടെ 0 പൊസിഷനിൽ ആദ്യത്തെ മാർക്ക്, ഫസ്റ്റ് പൊസിഷനിൽ രണ്ടാമത്തെ മാർക്ക്, സെക്കൻഡ് പൊസിഷനിൽ മൂന്നാമത്തെ മാർക്ക്, തേർഡ് പൊസിഷനിൽ നാലാമത്തെ മാർക്ക്, ഫോർത്ത് പൊസിഷനിൽ അഞ്ചാമത്തെ മാർക്ക്. കാരണം എപ്പോഴും നമ്മൾ അറേ ഇൻഡെക്സ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. If the size of an array is n, to access the last element, n-1 index is used. സൈസ് 5 ആണെങ്കിൽ 0 മുതൽ 4 വരെ കാണും. സൈസ് 10 ആണെങ്കിൽ 0 മുതൽ 9 വരെ കാണും. സൈസ് 100 ആണെങ്കിൽ 0 മുതൽ 99 വരെ കാണും. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് സൈസ് n ആണെങ്കിൽ എപ്പോഴും ലാസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് n-1. ഇതാണ് ഒരു സിംഗിൾ ഡയമെൻഷൻ അറേയുടെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ അറേ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസ് നോക്കാം. To accept and display numbers in an array. To accept and display numbers in an array. നമ്മൾ C+ പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ടർബോ C++ എൻവയറമെന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ആദ്യം #IOStream.h. നമ്മുടെ പ്രോഗ്രാമിനകത്ത് സിനും സിഔട്ടൊക്കെ വരും. അതിന്റെ ഹെഡർ ഫയലാണ് IOStream.h. അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീൻ ക്ലിയർ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി CLR SCR മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ #include conio.h. ഇനി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ക്ലാസിന്റെ പേര് ഈ പ്രോഗ്രാം ഒരു അറേക്കകത്ത് നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ ഡിസ്പ്ലേ ആണ്. അപ്പൊ അതിന്റെ പേര് ACCDIS എന്ന് കൊടുത്തു. അപ്പൊ ക്ലാസിന്റെ പേര് ACCDIS. അടുത്ത ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലാസ്സിനകത്ത് ഡേറ്റ പാർട്ടും ഉണ്ട്, മെത്തേഡ് പാർട്ടും ഉണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ഡേറ്റ പാർട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിലാദ്യം അറേ ഡിക്ലറേഷൻ IND സ്പേസ് A സ്ക്വയർ ബ്രാക്കറ്റ് 10. ഇവിടെയും നമ്മളൊരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ ഈ ഇന്റിജർ അറേയുടെ പേര് A, സ്ക്വയർ ബ്രാക്കറ്റ് 10 എന്ന് വെച്ചാൽ ഇവിടെ സൈസ് 10 എന്ന് വെച്ചാൽ 10 നമ്പേഴ്സ് വരെ മാക്സിമം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് 0 മുതൽ 9 വരെ വരും. അപ്പം അറേ ഡിക്ലറേഷൻ IND സ്പേസ് A സ്ക്വയർ ബ്രാക്കറ്റ് 10. ഇനി ഇതിനകത്ത് രണ്ട് വേരിയബിൾസ്, I എന്ന് പറഞ്ഞൊരു ഇന്റിജർ വേരിയബിളും അതേപോലെ N എന്ന് പറഞ്ഞൊരു ഇന്റിജർ വേരിയബിളും സ്റ്റോർ ചെയ്യും. എത്ര നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നു? നമ്മളിപ്പം അറേ 10 നമ്പേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള അറേ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 നമ്പർ വരെ കൊടുക്കണമെന്നില്ല. നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ 4 നമ്പറെ സ്റ്റോർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ 7 നമ്പറെ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പം എത്ര നമ്പർ സ്റ്റോർ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി അവിടെ N എന്ന വേരിയബിളും ഈ അറേയുടെ ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി I എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യും. അടുത്ത നമ്മൾ ഡേറ്റ പാർട്ട് പറയാൻ പോവുകയാണ്. ഇവിടെയും ഡേറ്റ പാർട്ട് മെത്തേഡ് പാർട്ട് പറയാൻ പോവുകയാണ്. മെത്തേഡ് പാർട്ട് C++ലെ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഇവിടെ അറേയിലോട്ട് ഡേറ്റ എടുക്കാൻ വേണ്ടി void get numbers. മെത്തേഡിന്റെ പേര് void get numbers. മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. cout enter the number of elements. ഈ അറേയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്, എത്ര നമ്പേഴ്സ് നമ്മൾ എൻ്റർ ഉദ്ദേശിക്കുന്നു. CN എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നില് ഇപ്പൊ നമ്മൾ അറേയിൽ മാക്സിമം 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പൊ 5 നമ്പറെ സ്റ്റോർ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5 എന്ന് കൊടുക്കേണ്ടി വരും. അത് എന്നിൽ സ്റ്റോർ ചെയ്യും. cout enter the numbers. അപ്പൊ ആദ്യം എത്ര നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു, അടുത്ത നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയും. ഇത് നമ്മൾ ഫോർ ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. for I is equal to 0 semicolon I less than n semicolon I plus plus. I is equal to 0. അവിടെ 0 മൂല്യം സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അറേയുടെ ഇൻഡെക്സ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞാണ്, അറേയുടെ ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യും. CAN A of I സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് I is equal to 0 ആയിരിക്കും ഇനിഷ്യലൈസേഷൻ. അത് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്ലോട്ട് വരും. 0 ലെസ് ദാൻ നമ്മൾ 5 ആണ് കൊടുത്തതെങ്കിൽ 0 ലെസ് ദാൻ 5 അത് ട്രൂ ആണെങ്കിൽ CAN. നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന നമ്പർ A of I. ഇവിടെ A of I എന്ന് പറയാം. ഈ ലൂപ്പ് ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. എന്നുവെച്ചാൽ A of 0. A of 0 പറഞ്ഞാൽ അറേയുടെ ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ ഉദ്ദേശിക്കുന്നത് 0th പൊസിഷൻ സ്റ്റോർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും I പ്ലസ് പ്ലസ്. അപ്പൊ ഐയുടെ വാല്യൂ 1 ആവും. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും I ലെസ് ദാൻ n. നമ്മൾ നേരത്തെ n 5 ആണ് കൊടുത്തതെങ്കിൽ 1 ലെസ് ദാൻ 5. 1 ലെസ് ദാൻ 5 എന്നുവെച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ ട്രൂ ആണ്. അപ്പൊ വീണ്ടും
ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. ഫോർ ലൂപ്പിന്റെ വർക്കിംഗ്. അപ്പോൾ CIL A of I രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പം A of I എന്നുള്ളിടത്ത് ഐയുടെ വാല്യൂ 1 ആവും. എന്ന് പറഞ്ഞാൽ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്ന നമ്പർ അറേയിലെ രണ്ടാമത്തെ നമ്പർ ആവും. വീണ്ടും I++. അപ്പം ഐയുടെ വാല്യൂ 2 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരുമ്പം 2 ലെസ് ദാൻ 5 വീണ്ടും ട്രൂ ആണ്. അപ്പൊ വീണ്ടും വരും CIL. അപ്പൊ ഇനിയിപ്പോ A of 2. ആദ്യത്തെ നമ്പർ A of 0 സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ നമ്പർ A of 1 സ്റ്റോർ ചെയ്യും. മൂന്നാമത്തെ നമ്പർ A of 2 സ്റ്റോർ ചെയ്യും. നാലാമത്തെ നമ്പർ A of 3 സ്റ്റോർ ചെയ്യും. അഞ്ചാമത്തെ നമ്പർ A of 4 സ്റ്റോർ ചെയ്യും. A of 4 കഴിയുമ്പോൾ വീണ്ടും I++ വരും. അപ്പോൾ ഐയുടെ വാല്യൂ 5 ആവും. ഇനി നമ്മൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുമ്പം I less than n എന്ന് വെച്ചാൽ 5 less than 5 ട്രൂ. അത് ട്രൂ അല്ല, ഫോൾസ് ആണ്. ഫോൾസ് ആവുമ്പോൾ ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും. ഈ മെക്കാനിസം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാംസിലും ഈ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അറയിലോട്ട് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പം ഈ ഫോർ ലൂപ്പ് നമ്മളിപ്പോൾ എന്നിന്റെ വാല്യൂ 5 ആണ് കൊടുത്തതെങ്കിൽ 0 മുതൽ 4 വരെ ആവുമ്പോൾ 0യിൽ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ആദ്യത്തെ നമ്പർ, ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ രണ്ടാമത്തെ നമ്പർ, ഐയുടെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ മൂന്നാമത്തെ നമ്പർ, ഐയുടെ വാല്യൂ 3 ആയിരിക്കുമ്പോൾ നാലാമത്തെ നമ്പർ, ഐയുടെ വാല്യൂ 4 ആയിരിക്കുമ്പോൾ അഞ്ചാമത്തെ നമ്പർ. ഐയുടെ വാല്യൂ 5 വരുമ്പോൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുമ്പോൾ ഫോർ ലൂപ്പിൽ വെളിയാണ്. ഈ ലോജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എല്ലാ പ്രോഗ്രാമിലും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പം അറയിൽ 0th പൊസിഷൻ മുതൽ ഏറ്റവും അവസാനം വരുന്ന 4th പൊസിഷൻ 0, 1, 2, 3, 4 എന്ന് വെച്ചാൽ നമ്മൾ 5 നമ്പേഴ്സ് ആണ്. നമ്മൾ നേരത്തെ എൻ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ 5 ആണ് കൊടുത്തതെങ്കിൽ അവിടെ 5 നമ്പേഴ്സ് നമ്മളിപ്പം അറയിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ ആ മെത്തേഡ് ക്ലോസ് ചെയ്യും. അടുത്ത ഈ അക്സെപ്റ്റ് ചെയ്ത ഡാറ്റ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് COUT ദി എൻറ്റേർഡ് നമ്പേഴ്സ് ആർ. നമ്മൾ നേരത്തെ അറയിൽ എൻ്റർ ചെയ്ത നമ്പേഴ്സ് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ആർ. വീണ്ടും ഫോർ ലൂപ്പ് ഫോർ I = 0 സെമിക്കോളൻ I less than n സെമിക്കോളൻ I++. I = 0 ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് I less than n ടെക്സ്റ്റ് എക്സ്പ്രഷൻ I++ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ വേണ്ടിയുള്ള പ്രോഗ്രാം ആണ്. ഇപ്പൊ നേരത്തെ അകത്തോട്ട് കൊടുക്കാൻ വേണ്ടി സിയും കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ച് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി COUT കൊടുക്കുന്നു. COUT A of I. അത് കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് ഒരു സ്പേസ് വന്നതിന് ശേഷം മാത്രമേ അടുത്ത നമ്പർ ഡിസ്പ്ലേ ആവൂ. വീണ്ടും അടുത്ത സ്പേസ് വന്നതിന് ശേഷം അടുത്ത നമ്പറിന് ശേഷം വീണ്ടും സ്പേസ്. അപ്പൊ അങ്ങനെ സ്പേസ് വരാൻ വേണ്ടിയാണ് ഇവിടെ A of Iക്ക് ശേഷം നമ്മൾ ഡബിൾ കോട്ട്സ് സ്പേസ് ഇട്ട് ഡബിൾ കോട്ട്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഡിസ്പ്ലേ. അപ്പൊ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യും. ഫോർ I = 0 ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ I = 0 ആണ്. ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ 0 less than 5 ട്രൂ ആണ്. അപ്പോൾ COUT A of 0 എന്ന് പറയുമ്പോൾ A of 0 പൊസിഷനിൽ ഇപ്പൊ ഏത് നമ്പർ ആണ് അത് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് ആ ലൈനിൽ തന്നെ നമ്മൾ സ്പേസ് ഡബിൾ കോട്ട്സിനകത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പേസ് അത് ചെയ്തതിനു ശേഷം വീണ്ടും I++ലോട്ട് വരും. അപ്പം 0 എന്നുള്ളത് 1 ആയിട്ട് മാറും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. അപ്പോൾ 1 less than 5 വീണ്ടും ട്രൂ ആണ്. അപ്പൊ വീണ്ടും ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും എന്ന് പറഞ്ഞാൽ COUT A of 1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നമ്പർ ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും സ്പേസ് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും I++. അപ്പോൾ 1 എന്നുള്ളത് മാറി 2 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും. 2 less than 5 വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. അപ്പം ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. അപ്പോൾ COUT A of 2 ആ എലിമെന്റ് ഡിസ്പ്ലേ. അങ്ങനെ ഇത് 0 മുതൽ 4 വരെ 0 മുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻഡെക്സ് ഐയുടെ വാല്യൂ 0 മുതൽ 4 വരെ 0 മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 5 നമ്പറാണ് എൻ്റർ ചെയ്തത്. 5 തിരിച്ച് ഡിസ്പ്ലേ. അവസാന നമ്പർ കഴിയുമ്പോൾ I++ കഴിയുമ്പോൾ ഐയുടെ വാല്യൂ 5 ആയിരിക്കും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ വരുമ്പം 5 less than 5 അല്ല എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ അവിടെ ഫോൾസ് ആയി ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുമ്പം ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് വരും. ഇതേ ലോജിക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യും. അപ്പം ഇവിടെ COUT വെച്ച് നമ്മൾ എൻ്റർ ചെയ്ത എലിമെന്റ്സ് തിരിച്ച് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ഡിസ്പ്ലേ നോക്കുന്നു.
ക്ലാസ് ക്ലോസ് ചെയ്യും. ഇവിടെ അടുത്ത പ്രോഗ്രാം ഇവിടുത്തെ ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ പ്രോഗ്രാമിലും ഇപ്പൊ ഒരു പ്രോഗ്രാമേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമത്തും നമ്മൾ ക്ലാസ്സിനകത്ത് ഫുൾ മെത്തേഡും പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത പ്രോഗ്രാം മുതൽ നമ്മൾ ഈ ക്ലാസ് ഡിക്ലറേഷനിൽ മെത്തേഡിന്റെ പേരേ പറയുള്ളൂ. ആ ക്ലാസ് ഡിക്ലറേഷന്റെ വെളിയിലായിരിക്കും മെത്തേഡിന്റെ ബോഡി പറയുന്നത്. അടുത്ത പ്രോഗ്രാം അപ്പൊ നമ്മളിപ്പോ ഇത് പറഞ്ഞു. അടുത്തത് മെയിൻ, വോയിഡ് മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസ്. നമ്മുടെ സ്ക്രീൻ ഇവിടെ ടർബോ C++ എൻവയറമെന്റിൽ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR. നമ്മുടെ ക്ലാസിന്റെ പേര് ACCDIS. ഇന്ന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സ്പേസ് AD സെമിക്കോളൻ. അപ്പോൾ AD ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് മെത്തേഡ് നമുക്ക് വിളിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അറേയിലോട്ട് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി AD.get numbers മെത്തേഡ് വിളിക്കുന്നു. അത് കഴിഞ്ഞ് അറേന്ന് ആ നമ്പേഴ്സ് തിരിച്ച് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി AD.display മെത്തേഡ് വിളിക്കുന്നു. അപ്പോൾ AD.get numbers വെച്ച് നമുക്ക് ഡേറ്റ അറേയിലോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ AD.display വെച്ച് ആ നമ്പേഴ്സ് നമുക്ക് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ഓക്കെ, മെയിൻ ക്ലോസ്. ഇതാണ് ടു ആക്സെപ്റ്റ് ആൻഡ് ഡിസ്പ്ലേ ദി നമ്പേഴ്സിനെ. ഫോർ ലൂപ്പ് വെച്ച് ഇപ്പം അറേയിലോട്ട് എങ്ങനെ നമ്പർ എടുക്കുന്നു, അത് കഴിഞ്ഞ് അറേയിലോ നിന്ന് എങ്ങനെ നമ്പർ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു മനസ്സിലായി. അടുത്ത ഇതേ പ്രോഗ്രാം നമ്മൾ മെത്തേഡ്സ് ഔട്ട്സൈഡ് ദി ക്ലാസ്. ഇപ്പം ക്ലാസ്സിനകത്താണ് മെത്തേഡ്സ് പറഞ്ഞ. അടുത്ത പോലെ ക്ലാസ്സിന്റെ ഡിക്ലറേഷനകത്ത് മെത്തേഡിന്റെ പേര് മാത്രമേ പറയുള്ളൂ. മെത്തേഡിന്റെ കോഡ് ക്ലാസ്സിന്റെ വെളിയിലായിരിക്കും പറയുന്നത്. ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ആ ഒരു അപ്രോച്ച് ആയിരിക്കും ഫോളോ. But to accept and display the numbers in an array, methods outside the class. To accept and display numbers in an array, methods outside the class. വീണ്ടും ആക്ഷൻ ഗ്രൂപ്പ് iostream.h, CO2 വരുന്നതുകൊണ്ട് iostream.h. നമ്മൾ മെയിനകത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീൻ ക്ലിയർ ചെയ്യേണ്ടി വരും. അതിനുള്ള ഹെഡർ ഫയൽ ആക്ഷൻ ഗ്രൂപ്പ് conio.h. വീണ്ടും നമ്മുടെ ക്ലാസ് ഫയൽ ക്ലാസ് ACCDIS. ആ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്. വീണ്ടും ആദ്യം ഡേറ്റ പാർട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെയും സെയിം അറേ INDA സൈസ് 10, I, N. അപ്പോൾ ഇവിടെ ഇന്റിജർ ടൈപ്പ് അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഡിക്ലെയർ ചെയ്യുന്ന അറേയുടെ പേര് A ആണ്. അറേയുടെ സൈസ് 10 ആണ്. അതിന് ഇൻഡെക്സിന് വേണ്ടി I-യും നമ്മളിപ്പോ എത്ര എലിമെന്റ് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിന് വേണ്ടി നമ്മൾ വേരിയബിൾ N യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ പാർട്ട് കഴിഞ്ഞു. അടുത്ത മെത്തേഡ് പാർട്ടാണ്. മെത്തേഡ് പാർട്ട് പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. void get numbers. ഇവിടെയാണ് മെത്തേഡ്സ് ഔട്ട്സൈഡ് ദി ക്ലാസ്. ഈ ക്ലാസിന്റെ അകത്ത് നമ്മൾ മെത്തേഡ്സിന്റെ ബോഡി പറയത്തില്ല. ബോഡി നമ്മൾ ഇനി മുതൽ പറയാൻ പോകുന്നത് മെത്തേഡിന്റെ ഔട്ട്സൈഡ് ആണ്. അപ്പൊ ഇവിടെ മെത്തേഡ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ ക്ലാസ്സിനകത്ത്. void get numbers. അടുത്തത് void display. ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. ആ ക്ലോസിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞ് സെമിക്കോളൻ. അതിന്റെ അർത്ഥം നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യും. ഇനി ഈ ക്ലാസ്സിന്റെ വെളിയിലായിരിക്കും. അപ്പം ക്ലാസ്സിന്റെ വെളിയിൽ പറയുമ്പോൾ ക്ലാസിന്റെ പേര് വെച്ച് വേണം നമ്മൾ പറയാൻ. അപ്പൊ അടുത്ത് നമുക്ക് ഈ ഗെറ്റ് നമ്പേഴ്സിന്റെ ഡിസ്പ്ലേ നമ്പേഴ്സിന്റെ മെത്തേഡാണ് പറയുന്നത്. void ACCDIS :get numbers. അതിനെ ഇവിടെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നും പറയാം. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ : void ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ACCDIS ക്ലാസിന്റെ പേര് അല്ലെങ്കിൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് നമ്പേഴ്സ്. ഇതിൽ പാത്ത് പറയുന്നു എന്ന് പറയാം. വെച്ചാൽ നമ്മൾ ഗെറ്റ് നമ്പേഴ്സ് ഉള്ള മെത്തേഡ് ഏതിനകത്തുള്ളതാണ്? ACCDIS. അപ്പൊ ACCDISനകത്തുള്ള ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ബാക്കിയുള്ള ലോജിക്ക് നേരത്തെ പറഞ്ഞ അതേ ലോജിക്കാണ്. Cout എൻ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ്. നമ്മൾ അറേയിൽ ഇപ്പം നമുക്ക് മാക്സിമം അറേയിൽ 10 ഡിക്ലെയർ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ 10 വരെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ എത്ര എലിമെന്റ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് CAN എന്ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത Cout എൻ്റർ ദി നമ്പേഴ്സ്. അതിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. വീണ്ടും നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. for I = 0, I less than n, I++. അതിന്റെ വർക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെയാണ്. അവിടെ ആദ്യം I = 0 ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, I less than n ടെസ്റ്റ് എക്സ്പ്രഷൻ, I++ എന്നുള്ള അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, CAN of A of I. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. 0 നേരത്തെ പറഞ്ഞ പോലെ
enter the number of elements ഉള്ള 5 ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ 0 ലെസ് ദാൻ 5 എന്ന് വരും. അപ്പം ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന നമ്പർ AF0 വരും, ഫസ്റ്റ് പൊസിഷനിൽ വരും. അത് കഴിഞ്ഞ് നേരെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും, I++ലോട്ട് വരും. അപ്പോൾ ഐയുടെ വാല്യൂ 0 എന്ന് 1 ആവും. പിന്നെ വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ 5 വീണ്ടും ട്രൂ ആണ്. അപ്പം അടുത്ത നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും. അടുത്ത നമ്പർ AF1 വരും. അങ്ങനെ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് നമ്പേഴ്സ് എന്നുള്ളത് 5 ആണ് കൊടുത്തതെങ്കിൽ 0 മുതൽ 4 വരെ. ലോജിക്കലി യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തു, ആ മെത്തേഡ് ക്ലോസ് ചെയ്തു. അപ്പം ഗെറ്റ് നമ്പേഴ്സിന്റെ ബോഡി നമ്മൾ പറഞ്ഞു. അടുത്ത ഇതേപോലെ നമുക്ക് ഡിസ്പ്ലേ നമ്പേഴ്സിന്റെ പറയണം. ACCDES ഡബിൾ കോളൻ അല്ലെങ്കിൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഡിസ്പ്ലേ. അപ്പൊ വീണ്ടും ഇതിന്റെ അർത്ഥം ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് ഏത് ക്ലാസിന്റെ അകത്താണ്? ACCDES എന്നുള്ള ക്ലാസിന്റെ അകത്താണ്. ഡിസ്പ്ലേ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ് സി ഔട്ട് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ആർ. ദി എൻറ്റേർഡ് നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞ് വീണ്ടും ഫോർ ലൂപ്പ് ഫോർ I = 0, I ലെസ് ദാൻ n I++. സി ഔട്ട് AF5. വീണ്ടും ഫസ്റ്റ് നമ്പർ കഴിഞ്ഞ് വീണ്ടും ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത നമ്പർ വരാവൂ. അപ്പം ആ സ്പേസ് വരാൻ വേണ്ടി ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ ആ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ സ്പേസ് ഇടും. വീണ്ടും പ്രത്യേകിച്ച് ഞാൻ ഇവർ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് അറിയാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലൈസേഷൻ ആയിരിക്കും. I = 0 വന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് നമ്പേഴ്സ് നമ്മൾ എൻ്റർ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്നുള്ളത് 5 ആണെങ്കിൽ 0 ലെസ് ദാൻ 5 അപ്പൊ ട്രൂ ആണ്. വീണ്ടും ഇതിന്റെ ബോഡിയിലോട്ട് വരും. അപ്പൊ സി ഔട്ട് AF0 വെച്ചാൽ ആദ്യത്തെ അറയിൽ 0 പൊസിഷനിലുള്ള എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പർ സ്ക്രീനിൽ ഡിസ്പ്ലേയും അതിന് സ്പേസ് ഡിസ്പ്ലേയും. വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ I++ലോട്ട് പോകും. അപ്പൊ ഐയുടെ വാല്യൂ 0 എന്ന് 1 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ 5 വീണ്ടും ട്രൂ ആണ്. വീണ്ടും ട്രൂ ആകുമ്പോൾ വീണ്ടും ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. സി ഔട്ട് AF1 വരെ ഡിസ്പ്ലേ. ഇങ്ങനെ 0 മുതൽ 4 വരെ ഡിസ്പ്ലേ. അത് കഴിഞ്ഞ് 4 കഴിയുമ്പോൾ I++ വരുമ്പോൾ 5 ആവും. അപ്പം ടെക്സ്റ്റ് എക്സ്പ്രഷൻ 5 ലെസ് ദാൻ 5 ഫാൾസ് ആവും. ഫോർ ലൂപ്പിന് വരും. നേരത്തെ പോലെ 0th പൊസിഷൻ മുതൽ 4th പൊസിഷൻ വരെയുള്ള ഡേറ്റ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ void മെയിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR. ക്ലാസിന്റെ പേര് ഒബ്ജക്റ്റിന്റെ പേര് AD.get numbers വെച്ച് അറയിലോട്ട് നമ്പേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം AD.display മെത്തേഡ് വെച്ച് ആ നമ്പേഴ്സ് നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. To find the sum of the elements in an array. To find the sum of the elements in an array. ഒരു അറേയിൽ കുറെ നമ്പർ സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ സം കണ്ടുപിടിക്കാം. ആഷൻകൂട് IOStream.h, അത് കഴിഞ്ഞ് ആഷൻകൂട് Conio.h. ആ ക്ലാസ് സമ്മറി, ഇവിടെ ക്ലാസിന്റെ പേര് സമ്മറി എന്ന് കൊടുത്തു. ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ് വീണ്ടും അറേ ഡിക്ലറേഷൻ ഉൾപ്പെടെ INT A10 വീണ്ടും ഇന്റീജർ ഡാറ്റ ടൈപ്പ് അറേയുടെ പേര് 10 മാക്സിമം സ്റ്റോർ ചെയ്യാം. IN സം ഈ അറേയുടെ ഇൻഡെക്സ് ആയിട്ട് I. ഇപ്പൊ നമ്മൾ എത്ര എലിമെന്റ് സ്റ്റോർ ചെയ്യുന്നുള്ള N. പിന്നെ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ വേരിയബിൾ, അതാണ് സം എന്ന് പറഞ്ഞ വേരിയബിൾ. വീണ്ടും അടുത്ത മെത്തേഡ് പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇതിനകത്ത് മെത്തേഡിന്റെ പേരേ പറയുന്നുള്ളൂ. അറേയിലോട്ട് നമ്പേഴ്സ് എടുക്കാൻ വേണ്ടി ഗെറ്റ് നമ്പേഴ്സ്, ആ നമ്പേഴ്സ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ മെത്തേഡ്, സം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ട് സം. അപ്പം ഇവിടെ 3 മെത്തേഡ്. അറേയിലോട്ട് നമ്പേഴ്സ് എടുക്കാൻ വേണ്ടി ഗെറ്റ് നമ്പേഴ്സ്, ആ നമ്പേഴ്സ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ മെത്തേഡ്, അതേപോലെ സം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ട് സം. എന്നിട്ട് നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ ക്ലാസിന്റെ വെളിയിലായിട്ട് ഈ ഓരോ മെത്തേഡിന്റെ ബോഡി നമ്മൾ പറയും. ഒരു സം അറേ ഡബിൾ കോളം ഗെറ്റ് നമ്പേഴ്സ് അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് സി ഔട്ട് എൻ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ്, അത് നമ്മൾ എന്നി സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സി ഔട്ട് എൻ്റർ ദി നമ്പേഴ്സ്, വീണ്ടും ഫോർ ലൂപ്പ് ഫോർ I = 0, I ലെസ് ദാൻ I++, CNA of I. ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോഴത്തേക്കും അറയിലോട്ട് എലിമെന്റ്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിയും. നമ്മൾ ആ ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത മെത്തേഡ് സം അറേ ഡിസ്പ്ലേ, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് സി ഔട്ട് ദി എൻ്റേർഡ് നമ്പേഴ്സ് ആർ.
വീണ്ടും ഫോർ ലൂപ്പ്, അത് കഴിഞ്ഞ് സി ഔട്ട് വെച്ച് നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ ഡിസ്പ്ലേ മെത്തേഡ് ക്ലോസ് ചെയ്യും. അടുത്ത മെത്തേഡ് വോയിഡ് സം അറേ കമ്പ്യൂട്ട് സം കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് സം ആദ്യം നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. for I is equal to 0, I less than n, I plus plus. Sum is equal to sum plus a. അപ്പൊ ഇവിടെയും ആദ്യം 0 ആണ്. നമ്മൾ ടോട്ടൽ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്തതെങ്കിൽ 0 ലെസ് ദാൻ 5 ബോഡിയിലോട്ട് വരും. അപ്പൊ സം ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ ഓഫ് ഐ, എ ഓഫ് 0. അപ്പൊ 0 പ്ലസ് ആദ്യത്തെ നമ്പർ ആഡ് ചെയ്യും. അപ്പം സം എന്നുള്ളതിനകത്ത് എന്നിട്ട് ആ വാല്യൂ സമ്മിൽ തന്നെ വെക്കും. സം ഈസ് ഈക്വൽ സം പ്ലസ് 0 എന്ന് പറയുമ്പോൾ ആദ്യം സമ്മിന്റെ വാല്യൂ 0 ആണ് സ്റ്റാർട്ടിങ്. 0 പ്ലസ് എ ഓഫ് ഐ, എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ എ ഓഫ് 0. എ ഓഫ് 0 എന്ന് പറയുമ്പോൾ അറേയിൽ ആദ്യത്തെ നമ്പറിനോട് 0 ആഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന ടോട്ടൽ സമ്മിൽ തന്നെ വെക്കും. വീണ്ടും ഐ പ്ലസ് പ്ലസ്, അപ്പൊ ഐയുടെ വാല്യൂ 1 ആവും. എന്നിട്ട് നേരത്തെ എക്സെപ്ഷനിലോട്ട് വരും. 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. വീണ്ടും ബോർഡിലോട്ട് വരും. അപ്പൊ സം ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ. നേരത്തെ സമ്മിനകത്ത് ആദ്യത്തെ നമ്പർ ആയിരുന്നു. അപ്പൊ ആ നമ്പർ പ്ലസ് എ ഓഫ് 1. അപ്പൊ ആ നമ്പർ രണ്ടാമത്തെ നമ്പർ കൂടെ കൂട്ടും. എന്നിട്ട് അത് വീണ്ടും സമ്മിൽ വരും. വീണ്ടും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരും. ഐ പ്ലസ് പ്ലസിലോട്ട് വരും. അപ്പോൾ ഐ പ്ലസ് പ്ലസിലോട്ട് വരുമ്പോൾ ഐ എന്നുള്ളത് 2 ആവും. വീണ്ടും ടെസ്റ്റ് വെർഷനിലോട്ട് വരും. 2 ലെസ് ദാൻ 10, 2 ലെസ് ദാൻ 5. വീണ്ടും അങ്ങനെ. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഫുൾ ആയിട്ട് കഴിയുമ്പോഴത്തേക്കും സം എന്നുള്ളത് സമ്മിൽ വന്നിരിക്കും. സം ഓഫ് ഓൾ ദി എലിമെന്റ്സ് ഇൻ ദി അറേ ഈസ് സം. സം എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അത് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ മെയിൻ ഫംഗ്ഷൻ വോയിഡ് മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR. ഇവിടെ ക്ലാസിന്റെ പേര് സമ്മറി എന്നാണ്. ഇവിടെ ഓബ്ജക്റ്റ് എസ് ക്രിയേറ്റ് ചെയ്തു. എസ് ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ് വെച്ച് ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് വിളിക്കുന്നു. എസ് ഡോട്ട് ഡിസ്പ്ലേ വെച്ച് ഡിസ്പ്ലേ മെത്തേഡ് വിളിക്കുന്നു. എസ് ഡോട്ട് കമ്പ്യൂട്ട് സം വെച്ച് സം കമ്പ്യൂട്ട് ചെയ്യും. മെയിൻ നമ്മൾ ക്ലോസ് ചെയ്യും. അടുത്ത പ്രോഗ്രാം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ. ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ. വീണ്ടും stream.h കോണി.h ക്ലാസ്. ഇവിടെ ക്ലാസ് വരെ ലാർജ് അറേ എന്ന് കൊടുത്തു. ആ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ് വീണ്ടും IND വെച്ച് അറേ ഡിക്ലെയർ ചെയ്യുന്ന IND ഓഫ് 10, IN ലാർജ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലാർജസ്റ്റ്. വീണ്ടും നമ്മൾ അടുത്ത മെത്തേഡാണ് പറയാൻ പോകുന്നത്. മെത്തേഡ് എല്ലാം പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ മെത്തേഡിന്റെ പേര് മാത്രമേ ആദ്യം പറയൂ. വോയിഡ് ഗെറ്റ് നമ്പേഴ്സ്, വോയിഡ് ഡിസ്പ്ലേ, വോയിഡ് ഫൈൻഡ് ലാർജസ്റ്റ്. ഈ 3 മെത്തേഡ് ഗെറ്റ് നമ്പേഴ്സ് വെച്ച് ഗെറ്റ് നമ്പേഴ്സ്, ഡിസ്പ്ലേ, ഫൈൻഡ് ലാർജസ്റ്റ്. ഇനി വോയിഡ് ലാർജ് ഗെറ്റ് നമ്പേഴ്സിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സി ഔട്ട് എൻ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ്, സി അത് എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സി ഔട്ട് എൻ്റർ ദി നമ്പേഴ്സ്. വീണ്ടും ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ ആ നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ മെത്തേഡ് കഴിഞ്ഞു. വീണ്ടും രണ്ടാമത്തെ മെത്തേഡ് വോയിഡ് ലാർജ് അറേ ഡബിൾ കോളൻ ഡിസ്പ്ലേ, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സി ഔട്ട് ദി എൻറ്റയർഡ് നമ്പേഴ്സ് ആർ. ഫോർ ലൂപ്പ് വെച്ച് for I is equal to 0, I less than I plus plus, സി ഔട്ട് എ ഓഫ് 5. ഒരു നമ്പർ കഴിഞ്ഞ് അടുത്തത് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്തത് വരാം. അപ്പൊ സ്പേസ് 2. വീണ്ടും അത് ക്ലോസ് ചെയ്തു. അടുത്ത വേർഡ് ലാർജ് അറേ, ഫൈൻഡ് ലാർജസ്റ്റ്. ഇവിടെ ആദ്യം ലാർജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലാർജസ്റ്റ് ഇവിടെ ഓഫ് 0 അറേയിൽ ആദ്യത്തെ എലിമെന്റ് ആദ്യം ലാർജസ്റ്റ് അങ്ങ് അസ്യൂം ചെയ്യുക. നമ്മൾ for I is equal to 0, I less than n, I plus plus. If A of I greater than largest, അപ്പൊ ആദ്യം എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ നമ്പർ ലാർജ് അസ്യൂം ചെയ്യും. അത് ഇന്ന് അടുത്ത നമ്പർ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന അടുത്ത നമ്പർ ഇപ്പോൾ ഉള്ള നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ലാർജസ്റ്റ് ഉള്ള നമ്പറിനകത്ത് ആ നമ്പർ വരണം. അതാണ് ഇവിടുത്തെ ലോജിക്. അപ്പൊ ഇഫ് A of I, അപ്പോൾ ഇവിടെ A of 0 greater than ലാർജസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് A of I ആണ്. ഇത് ചെയ്തിട്ട് വീണ്ടും I പ്ലസ് പ്ലസിലോട്ട് വരും. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആവും. 1 ലെസ് ദാൻ 5 ആണ്. ഇപ്പം A of I ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. അപ്പം ഇപ്പം A of 0 നമ്പറാണ് ഇപ്പൊ ലാർജസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. A of 1 നമ്പർ ലാർജസ്റ്റിലുള്ളതിനേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കും. വെച്ചാൽ രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തിനേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കും. അത് കൂടുതൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, വെച്ചാൽ രണ്ടാമത്തെ നമ്പർ ആദ്യത്തെ നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ ആ രണ്ടാമത്തെ നമ്പർ വീണ്ടും ലാർജസ്റ്റ് വരും. പക്ഷെ എപ്പോഴും ഇപ്പോൾ ഉള്ള നമ്പർ അടുത്ത നമ്പർ നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഉള്ള നമ്പർ അടുത്ത നമ്പർ നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത നമ്പർ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനത്ത് ആ നമ്പർ വരും. അതേസമയം ഇവിടെ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്പർ ഇപ്പോഴത്തേനേക്കാളും കൂടുതലല്ല. അങ്ങനെയാണെങ്കിൽ ആ ഇഫിന്റെ ബോഡിയിലോട്ട് വരത്തില്ല. അപ്പം
അവിടെ ലാർജസ്റ്റിലെ പണ്ടത്തെ മെമ്പറിനായിരിക്കും. ഇവിടുത്തെ മെയിൻ ലോജിക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള നമ്പറും തൊട്ടടുത്ത നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പൊ രണ്ട് സിറ്റുവേഷൻ വരാം. തൊട്ടടുത്ത നമ്പർ ഇപ്പോഴത്തേനേക്കാളും കൂടുതലാണെങ്കിൽ ഇപ്പോഴത്തെ നമ്പർ മാറ്റി ആ തൊട്ടടുത്ത നമ്പർ ലാർജസ്റ്റ് വയ്ക്കും. അതേസമയം ഇപ്പോൾ ഉള്ള നമ്പർ അതിനേക്കാളും കുറവാണെങ്കിൽ അത് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ലൂപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ലൂപ്പ് ഫുള്ളായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലാർജസ്റ്റ് നമ്പർ ലാർജസ്റ്റ്. See out the largest element in the array is largest. നമ്മൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്തതിന്റെ മെയിൻ വോയിഡ് മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസ് CLR ലാർജ് അറേ L. ഇവിടെ ക്ലാസിന്റെ നെയിം ലാർജ് അറേ, ഓബ്ജക്ട് നെയിം L ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ് വെച്ച് അറേയിലോട്ട് നമ്പർ എടുക്കുന്നു. L ഡോട്ട് ഡിസ്പ്ലേ വെച്ച് അത് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. L ഡോട്ട് ഫൈൻ ലാർജസ്റ്റ് വെച്ച് ആ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഡിസ്പ്ലേ. ഓക്കെ,